അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ കരിയർ ആയിട്ട് നോക്കി ആ കുട്ടി പോകുന്നു. ഞാൻ എൻ്റെ കരിയറുമായിട്ട് ഞാൻ ഇതാക്കുന്നു. കാരണം എൻ്റെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷമാണ് ഞാൻ, കാരണം എനിക്ക് രണ്ട് ചേച്ചിമാരാണ്. ഞാൻ എൻ്റെ ഫാമിലിയിൽ ഞാൻ ആദ്യം ഒരു ട്രാൻസ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീയിലേക്ക് മാറി കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജാസി എല്ലാവർക്കും അറിയാലോ. ജാസി ആദ്യം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും ആ പെൺകുട്ടിയെ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ ജാസി ട്രാൻസ് ആണെന്ന് തിരിച്ചറിഞ്ഞ് പിന്നെ ഡിവോഴ്സ് ചെയ്ത് ആ പെൺകുട്ടിയുടെ ജീവിതം സ്പോയിൽ ചെയ്തിട്ടില്ലടേ എന്നൊക്കെയാണ് ജാസി പറയുന്നത്. ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ചധികം കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട്. അതുപോലെ ജാസി കല്യാണം കഴിച്ച ആ പെൺകുട്ടിയുടെ ഭാഗം കൂടി ആൾക്കാർക്ക് കേൾക്കണ്ടേ. അപ്പൊ നമുക്ക് അങ്ങനെ കുറെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ വലഞ്ഞലിഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന സ്ഥിതിക്ക് ഒരു അരുവേ നിന്ന് നോക്കാം. അപ്പം സർജറിയുടെ ഒരു കാര്യങ്ങൾ അവിടെ വരെയായി. സർജറിയുടെ ഇപ്പോൾ ട്രീറ്റ്മെന്റ് എല്ലാം ഏകദേശം ഫൈനലായി. ഇനിയിപ്പോൾ സർജറിയുടെ ഡേറ്റ് എടുക്കാനുള്ള ഇത് മാത്രമാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ബ്രസ്റ്റ് സർജറി കഴിഞ്ഞിട്ട് ഡൗൺ ചെയ്യാന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ സർജറി കഴിഞ്ഞിട്ടില്ല. അപ്പൊ സർജറി കഴിയാത്തടത്തോളം കാലം ഒരാണായിട്ട് തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു കേസില് ജാസി രണ്ട് നിലപാടെടുക്കുന്ന കാര്യവും ഞാൻ പറയാനുണ്ട്. എനിക്കത് പറയാനുണ്ട്, ഞാൻ പറയാം. പിന്നെ സർജറിയുടെ കേസിലോട്ട് വരികയാണെങ്കിൽ ഇവിടെയൊക്കെ നേരത്തെ മുന്നേയൊക്കെ പറയുന്നതായിട്ട് സർജറി കഴിഞ്ഞ് ഞാൻ സ്ത്രീ ആയി എന്നൊക്കെ പറയുന്ന കേട്ട്. അപ്പൊ ഇപ്പോഴും ഇങ്ങനെ തള്ളി വിട്ടോണ്ടിരിക്കുകയാണ്. അത് പോയിന്റ് നമ്പർ 1 അവിടെ എക്സ്പോസ്ഡ് ആണ്. നോക്കിക്കോ, എന്റെ കൊച്ചിയിലുള്ള എന്റെ ട്രാൻസ്ഫർ കമ്മ്യൂണിറ്റിയിലുള്ള പെട്ടെന്ന് ഒരുപാട് പേർക്ക് എന്നെ ഓൾറെഡി അറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നു. ഞാൻ എപ്പോഴും ഫാമിലിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്തൊരു വ്യക്തിയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരുപാട് വലിയ ചർച്ച നടക്കുന്നത് ജാസി കല്യാണം കഴിച്ചു, ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു, പിന്നെ ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ടാണ് ജാസി പിന്നെ ഒരു പെണ്ണായി മാറിയത്. അപ്പൊ എന്തിനാണ് അങ്ങനെ നിന്നത്? ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നുണ്ട്. വളരെ സത്യമാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു. ഒരു സ്ത്രീയുടെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ എന്തിന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനും പോയി അവളുടെ ജീവിതത്തിൽ കയറി നശിപ്പിച്ച് നാറാണത്തടക്കാനായിട്ട് അങ്ങോട്ട് കെട്ടി എഴുന്നള്ളി എന്നാണ് എന്റെ ഒരു ചോദ്യം. എന്തിന്? അതിന്റെ എന്താവശ്യമാണ്, എന്ത് ഉദ്ദേശമാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്? ഒരാവശ്യമില്ലായിരുന്നു. എന്തിനാണ് നിങ്ങൾ അങ്ങനെ പോയി അവരുടെ ജീവിതത്തിൽ ഇടിച്ചു കയറിയത്? ഇപ്പൊ അതൊരു സ്ത്രീയാണ്. നിങ്ങൾക്ക് സ്ത്രീയുടെ അതേ മനോഭാവമാണ്, ഞാനൊരു ട്രാൻസ് ആണെന്നൊക്കെ ഉള്ള സ്വയമേ ചിന്താഗതി ഉണ്ടെങ്കിൽ എന്തിനങ്ങോട്ട് കെട്ടി എഴുന്നള്ളി? എന്തിനവരുടെ ജീവിതത്തിൽ കയറി ഇടപെട്ട് അവരുടെ ജീവിതം സ്പോയിൽ ചെയ്ത്? ആ കുട്ടിക്ക് മറ്റൊരു ജീവിതം നല്ല ആണുങ്ങളുമായിട്ട് കല്യാണം കഴിച്ച് പോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്ന അവസരമുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരാണിന്റെ ലുക്കും വെച്ച് പെണ്ണിന്റെ മനസ്സും വെച്ച് എന്തിനിടിച്ചു കയറി? ഞാൻ ഒരിക്കലും ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ കുറ്റമല്ല പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഇതാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഇതിലോട്ട് പോവുക. അല്ലാണ്ട് മറ്റൊരു പെണ്ണിന്റെ ജീവിതത്തിൽ കയറി ഇടിച്ചു കയറി അവളുടെ ജീവിതം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കിയതിനു ശേഷം ആഹാ. പിന്നെ വേറൊരു ട്രാൻസ്ജെൻഡർ ഇടയ്ക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിച്ച് കൊച്ചുണ്ടായിട്ട് അവസാനം പിന്നെ പെണ്ണായി മാറി. അതൊക്കെ എന്തുപാട്? അങ്ങനെ കുറെ കോപ്രായങ്ങൾ വേറൊരു സൈഡിൽ കൂടി, അങ്ങനെ കുറെ കോപ്രായങ്ങളും കാട്ടാപ്പുകളും കാണിക്കുമ്പോൾ നമുക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്തരം കാര്യങ്ങൾ മാത്രം. അല്ലാതെ നിങ്ങൾ ട്രാൻസ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ ട്രാൻസ് ആയിട്ട് ജീവിച്ചോ. സ്ത്രീയുടെ മൈൻഡ് ആണെങ്കിൽ നിങ്ങൾ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്ത്രീ ആയിട്ട് ജീവിച്ചോ. അല്ലാതെ ആണിന്റെ രൂപത്തിൽ നടന്നിട്ട് എനിക്ക് പെണ്ണിന്റെ മനസ്സാണെന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങളെ ടോയ്ലറ്റിലോട്ട് ഇടിച്ചു കയറുന്ന പരിപാടി കാണിക്കാതിരുന്നാൽ മതി. ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ജാസി വന്നിരുന്ന് ജാസി ന്യായീകരിക്കുകയാണ്, ഞാൻ ഒരു സ്ത്രീയുടെ ജീവിതം നശിപ്പിച്ചിട്ടില്ലോ എന്ന്. പക്ഷെ നിങ്ങൾ നശിപ്പിച്ചു. ആ കുട്ടി ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രണ്ടാം കെട്ടുകാരി തന്നെയാണ്. ആ കുട്ടിക്കുണ്ടാവുന്ന ആ ഒരു വിഷയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും അവള് കെട്ടിയത് രണ്ടാം കെട്ട് തന്നെയാണ്. ഇനി കെട്ടിക്കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ന്യായീകരിക്കല്ലേ. തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റത്തില്ല. പിന്നെ വീട്ടുകാർ പിടിച്ച് നിർബന്ധിച്ച് കെട്ടിച്ചെന്ന് പറയണമെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് പറയണം. 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ 8ാം വയസ്സിലോ 9ാം വയസ്സിലോ പിടിച്ച് കെട്ടിച്ചതൊന്നും അല്ലല്ലോ. പ്രായപൂർത്തിയൊക്കെ ആയതിനു ശേഷം തന്നെയല്ല പിടിച്ച് കെട്ടിച്ചത്. അപ്പൊ പറയണമായിരുന്നു എനിക്ക് പറ്റത്തില്ലെന്ന് ചങ്കുറപ്പോടെ. എവിടെ? അപ്പൊ ഞാൻ കുറെ അത് ക്ലാരിറ്റി ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഒരു ആണായാലും ഒരു പെണ്ണായാലും രണ്ടു പേർക്കും ലൈഫ് ഉണ്ട്. ഇപ്പോൾ ഒരു ആണ് ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നു, ആ വിവാഹ ബന്ധം രണ്ടുപേർക്കും ഈക്വലി ഓക്കെ ആണെങ്കിൽ അവർ ഡൈവേഴ്സ് ആവുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ആണ് ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കില്ല, ഒരു പെണ്ണ് ആണിന്റെ ജീവിതം നശിപ്പിക്കില്ല. ഓഹോ, നല്ല അറിവാണ്. ഇത് കറക്റ്റ് ആണ്. പക്ഷെ ജാസിയുടെ കാര്യത്തിൽ അത് കറക്റ്റ് അല്ല. പല ബന്ധങ്ങളും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഡിവോഴ്സായി പോകാറുണ്ട്. അത് അവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റാതെയും അവർ അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷെ അറിഞ്ഞു വെച്ചും കൊണ്ട് മനഃപൂർവ്വം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലോട്ട് കയറി ചെന്നിട്ട് ഇവക്ക് എന്തായാലും സന്തോഷം എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇവളെ കൂടെ ഒരു പരിപാടി നടക്കത്തില്ല എന്നൊക്കെ അറിഞ്ഞു വെച്ചും കൊണ്ട് മറ്റേടുത്ത കന്നന്തിരിവ് പരിപാടി കാണിച്ചു എന്തിന്? ഇതാണ് എന്റെ ചോദ്യം. അറിഞ്ഞു വെച്ചും കൊണ്ട് എന്തിന് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ കയറി കളിച്ച് ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു? അല്ല, അതാണ് എന്റെ ചോദ്യം. അല്ലാണ്ട് ഒരുപാട് ബന്ധങ്ങൾ ഇവിടെ വേർപിരിഞ്ഞു പോകാറുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കല്ലേ ജാസി. എന്തങ്ങ് കൂളായിട്ട് അങ്ങ് പറയാണ്. എന്നിട്ട് ഞാൻ വാങ്ങിച്ച സ്വർണ്ണമെല്ലാം തിരിച്ചു കൊടുത്ത് മറ്റത് നഷ്ടപരിഹാരമൊക്കെ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അറിഞ്ഞുകൊണ്ട് വെച്ച് എന്തിനാ കുട്ടിയുടെ ജീവിതത്തിൽ കയറി കളിച്ചു? ഇതാണ് എൻ്റെ ഒരു ലളിതമായ ചോദ്യം. എന്നിട്ട് ന്യായീകരിക്കില്ല. തെറ്റ് പറ്റിയെന്ന് സ്റ്റേണായിട്ട് ഉറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം. പറ്റിപ്പോയി, ഞാൻ ഇങ്ങനെയൊന്നും ആവുമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വീണ്ടും
ഇത് വന്നിരുന്ന് ന്യായീകരിച്ച് കൊണക്കുന്നില്ല. അതാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. വളരെ വിട്ടിത്തരങ്ങളാണ് വിളിച്ച് പറയുന്നത്. ഒരു ഘോഷയാത്രയായതുകൊണ്ട് കുഴപ്പമില്ല. ആ പ്രോസസ് തന്നെയാണ് എന്റെ ലൈഫിൽ നടന്നത്. ഞങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ പറ്റില്ല. ഞാൻ എന്റെ ലൈഫ് എന്താ പറയാ എന്റെ ഒരു പൂർണ്ണത്തിലേക്ക് ഞാൻ എത്താൻ വേണ്ടിയിട്ടും പക്ഷെ ഞങ്ങൾ ഭയങ്കര മ്യൂച്വൽ ആയിട്ട് ഹാപ്പി ആയിട്ട് പിരിഞ്ഞ വ്യക്തികളാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ്ട് ജാസിയുടെ ഭാര്യ വന്ന് ഇത് പറഞ്ഞു, അങ്ങനെയൊക്കെ വലിയ ഇതിൽ കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം വളരെ മ്യൂച്വൽ, രണ്ട് ഫാമിലി വളരെ മ്യൂച്വൽ ആയിട്ട് ചെയ്തൊരു ഡിവോഴ്സ് ആണ്. സത്യം പറഞ്ഞ ജാസിയുടെ ഭാര്യ മുന്നോട്ട് വരണം, വന്നിട്ട് ഇതിനെക്കുറിച്ച് പറയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അവർ വന്ന് പറഞ്ഞാൽ കൂടി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. ഇവരൊക്കെ പ്ലാൻ ചെയ്തിട്ടും മേ ബി സംസാരിക്കാം. എന്നാലും ഞാൻ പറയുന്നു, എന്റെ എത്തിക്സ് പരമായി നോക്കുമ്പോൾ ജാസി ചെയ്തത് തെറ്റ് തന്നെയാണ്. അറിഞ്ഞു വെച്ചും കൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ കയറി കളിച്ചു, നാറിയ കളി. തനിക്ക് ആ പെൺകുട്ടിയെ ഒരു രീതിയിലും തൃപ്തിപ്പെടുത്താൻ പറ്റില്ലെന്ന് അറിഞ്ഞു വെച്ചും കൊണ്ട് എന്തിനാ ജീവിതത്തിൽ കയറി കളിക്കാൻ പോയി? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. കളിച്ചതിന് ശേഷം വന്നിട്ട് ന്യായീകരിക്കില്ല. അറ്റ്ലീസ്റ്റ് ചെയ്ത് തെറ്റാണെന്നെങ്കിൽ ഒന്ന് ഓപ്പൺ ആയിട്ട് പറയാൻ ശ്രമിക്കും, അല്ലാണ്ട് ന്യായീകരിച്ച് മെഴുകരുത്. അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ കരിയർ ആയിട്ട് നോക്കി ആ കുട്ടി പോകുന്നു. ഞാൻ എന്റെ കരിയറുമായിട്ട് ഞാൻ ഇതാക്കുന്നു. കാരണം എന്റെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷമാണ് ഞാൻ, കാരണം എനിക്ക് രണ്ട് ചേച്ചിമാരാണ്. ഞാൻ എന്റെ ഫാമിലിയിൽ ഞാൻ ആദ്യം ഒരു ട്രാൻസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീയിലേക്ക് മാറി കഴിഞ്ഞാൽ എന്റെ ചേച്ചിമാരുടെ ലൈഫ് എന്താവും, അല്ലെങ്കിൽ അവർക്ക് വേറെ നല്ലൊരു ലൈഫ് കിട്ടുമോ, പിന്നെ എന്റെ കുടുംബം, ഞാൻ നന്നായിട്ട് കുടുംബത്തെ പേടിച്ചിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറേ മുന്നേ ട്രാൻസ് ആയി മാറുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ഇടക്കാണ് ഞാൻ എന്റെ സ്വന്തം മനസ്സിലാക്കി ഞാൻ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ദുബായിലാണെങ്കിലും ഇവിടെ വന്നിട്ടാണെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഞാനിപ്പോൾ എന്റെ ലൈഫിലേക്ക് മാറുന്നത്. ഓക്കെ, ഇപ്പോഴാണ് തന്റെ ഇഷ്ടത്തിന് തോന്നിവാസത്തിനനുസരിച്ച് ജീവിക്കുന്നു എന്നാണ് ജാസി ഇവിടെ പറയുന്നത്. എന്തുവാടെ, പണ്ട് കുടുംബത്തിന് വേണ്ടി ജീവിച്ചു, ഇപ്പൊ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന പഴയ സൂര്യനാരായണ വർമ്മയൊന്നും അല്ലേ? ആദ്യം ഞാൻ പണ്ട് കുടുംബത്തിന് വേണ്ടി ജീവിച്ചു, കുടുംബത്തിന് നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം സൂര്യനാരായണ വർമ്മയ്ക്ക് കുടുംബം നോക്കാൻ പറ്റണില്ലേ? എന്റെ പെണ്ണ് ജാസി തള്ളി മറിക്കാതിരുന്നു. ന്യായീകരിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടേ. ഇപ്പൊ എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് വെച്ചോ, ഞാനൊരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ കയറി കളിച്ചു. ഞാൻ ഒരു ട്രാൻസ് ആയിരുന്നിട്ട് എനിക്കൊരു പെണ്ണിന്റെ മനസ്സായിരുന്നിട്ട് ആണിന്റെ ശരീരം വെച്ചും കൊണ്ട് ഞാനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവളുടെ ജീവിതം സ്പോയിലാക്കി, അവളെ ഒരു രണ്ടാം കെട്ടുകാരിയാക്കുന്നു അടുത്ത് ഞാൻ ഡിവോഴ്സ് ചെയ്യുമ്പോൾ. ആ സെറ്റപ്പിലാക്കി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റിപ്പോയിടി, ഞാൻ ചിലപ്പോൾ നിന്നെ കെട്ടുമ്പോൾ ശരിയായെന്നങ്ങ് വിചാരിച്ച്, കെട്ടുമ്പോഴെങ്കിലും മാറുമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിയ തെറ്റ് ഓപ്പണായിട്ട് പറയാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കണം. അല്ലാണ്ട് ഞാൻ വന്നിരുന്നിട്ട് ഓഹോ അതൊന്നും അങ്ങനെയൊന്നും അല്ലല്ലോ, ഞാൻ അവളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ അവളെ തൊട്ടിട്ട് പോലും ഇല്ലല്ലോ, പിന്നെ ഇവിടെ ഡിവോഴ്സ് ആവുന്നതിന് ആദ്യമായിട്ടുള്ള ചരിത്രമൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇരുന്ന് കുണയ്ക്കുമ്പോൾ അത് അത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്കും തോന്നുന്നില്ല. അതുകൊണ്ട് പറ്റിയ തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് തുറന്നു പറയാൻ കാണിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല മനസ്സായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എന്ത് തോന്നിയാസം കാണിച്ചിട്ട് വന്നിരുന്ന് തോന്നിയാസങ്ങൾ പറയുന്നത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പേഴ്സണലി പറയാനായിട്ട്. കാരണം വീട്ടിൽ ഇങ്ങനെ നോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ശരിയാവും, ആണുങ്ങളെ കൂടെ പോയിട്ട് കളിച്ചാൽ മതി, അല്ലെങ്കിൽ ജിമ്മിൽ പോയാൽ മതി, അങ്ങനെയൊക്കെ ജിമ്മിൽ പോയി, പിന്നെ അതേപോലെ ഡോക്ടർമാരുടെ അടുത്ത് പോയി, അങ്ങനെയൊക്കെ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു അതൊക്കെ ചെയ്താൽ മതി, അങ്ങനെ മാറുന്നു. പക്ഷേ ഇതൊരു മാറുന്ന ഒരു അവസ്ഥയല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത്. പിന്നെ അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇത് അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. ഇത് കുറേ എനിക്ക് മനസ്സിലായി. എൻ്റെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷം പിന്നെ എൻ്റെ ചേച്ചിമാരെ കല്യാണം കഴിഞ്ഞു, ഉപ്പ മരണപ്പെട്ടു, എല്ലാവരും സ്റ്റേബിൾ ആയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എല്ലാവർക്കും അവരുടേതായ ലൈഫിലേക്ക് അവർ മാറി. എന്തുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോഴും ഒരു അഭിനയിച്ച് ജീവിക്കുന്നത്? അപ്പോൾ എനിക്ക് തോന്നി ഇനി എൻ്റെ ലൈഫിൽ അഭിനയിക്കേണ്ട, ഞാൻ എന്താണോ അതായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാനൊരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോഴെങ്കിലും ഇവിടെ എത്തിയിരിക്കുന്നുണ്ടല്ലേ, നല്ല കാര്യം. അങ്ങനെ തന്നെ ഇരുന്നുണ്ട്, ഇനി അനങ്ങരുത്. എൻ്റെ പൊന്നടാവ്, ഞാനൊരു കാര്യം പറയട്ടെ, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ കയറി കളിച്ചിട്ടാണോ പിന്നെ എനിക്ക് മാനസാന്തരപ്പെട്ടിട്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഇറങ്ങുന്നത്? അതൊക്കെ ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓരോ ജീവിതങ്ങൾ നശിപ്പിച്ചിട്ടായിരിക്കരുത് ഞാൻ എന്റെ സന്തോഷം കണ്ടെത്തേണ്ടത്. ഇനി വേറൊരു കേസ് ജാസിയുടെ പറയുന്നുണ്ട്, ആ കേസിലോട്ട് നമുക്ക് പോവാം. അത് കുറച്ച് വെടിപ്പായിട്ടുള്ളൊരു കേസല്ല. അതായത് ദുബായിൽ പോകുമ്പോൾ എനിക്ക് ആണായിട്ടും ജീവിക്കണം, നാട്ടിൽ വരുമ്പോൾ എനിക്ക് പെണ്ണായിട്ട് ജീവിക്കണം. അതെന്താ അർത്ഥോടെ പിടികിട്ടണില്ല. അപ്പം നിങ്ങൾ ആദ്യം ഒരു ഗേ കപ്പിൾസ് ആയിരുന്നു, ജാസി ആഷിം. പിന്നീടാണ് ജാസി ഒരു ട്രാൻസ്ജെൻഡർ മീൻസ് ഒരു ലേഡി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു ഇതിലോട്ട് തീരുമാനം. ഗേ കപ്പിൾസ് എന്നല്ല, ഞാൻ പൊതുവെ ഞങ്ങൾ രണ്ടുപേരും ഞാൻ താടി വെച്ചേ ഉള്ളൂ. കാരണം എനിക്ക് ദുബായിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ നിയമങ്ങൾ പാലിക്കണം. കാരണം അവിടെ ഒരിക്കലും ട്രാൻസിന് അല്ലെങ്കിൽ ഇങ്ങനെ ഗേകൾ അവിടെ സപ്പോർട്ടില്ല, ആ ഒരു കൺട്രിയിൽ, മുസ്ലിം കൺട്രി ആയതുകൊണ്ട്. അപ്പോൾ എനിക്ക് അവിടെ താടി വെക്കാണ്ട് ഞാൻ ഇതേപോലെയൊക്കെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പഴയ പ്രശ്നങ്ങളും നേരിടും, ആൾമാട്ടത്തിനടക്കം എനിക്ക് നിയമം നേരിടേണ്ടി വരും. അപ്പൊ ദുബായിലെ നിയമങ്ങളൊക്കെ ജാസിക്ക് പേടിയുണ്ട്. ഇന്ത്യയിൽ അതേ നിയമം വന്നു കഴിഞ്ഞാൽ പിന്നെ ആണായിട്ട് നടക്കൂ? എന്തുവാ ജാസി? എനിക്കതൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല കേട്ടോ. നിങ്ങൾ ദുബായിൽ പോകുമ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ച് ഞാൻ സ്ത്രീ വേഷം കെട്ടുന്നില്ല, അല്ലെങ്കിൽ ആണായിട്ട് തന്നെ നടക്കാൻ ശ്രമിക്കുന്നു, നടക്കുന്നു. എന്നാൽ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇവിടെ എന്ത് തോന്നിവാസവും കാണിക്കാമെന്നുള്ള ഒരു മൈൻഡ് ഉണ്ടോ? അറിയാൻ പാടില്ല. ഇവിടെ വരുമ്പോൾ എനിക്ക് പെണ്ണായിട്ട് നടക്കണം, അവിടെ പോകുമ്പോൾ ആണായിട്ട് നടക്കണം. ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുവാട്? എനിക്ക് അറിഞ്ഞുകൂടാ, ഇതിന്റെ ഒരു പൊരുൾ മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ ജാസിയൊക്കെ പറയുന്നത് വെച്ച് നോക്കുമ്പം ഇന്ത്യയിൽ അതുപോലത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നടക്കേണ്ട പോലെയൊക്കെ നടക്കും എന്നൊക്കെയാണ്
ഇൻഡയറക്ട്ലി പറഞ്ഞു വെക്കുന്ന. അവിടുത്തെ നിയമത്തിനനുസരിച്ച് അവിടെ പോയി നിൽക്കാമല്ലോ. പിന്നെ ജാസിയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ദുബായിലൊക്കെ ആണല്ലോ. അവിടെ അവർ പറയുന്ന പോലെയൊക്കെ കേട്ടില്ലെങ്കിൽ പിന്നെ ബിസിനസ്സിൽ ഒരു കിടുതാപ്പും ഇല്ലാതെ തിരിച്ച് നാട്ടിലോട്ട് വരേണ്ട അവസ്ഥ വരും. ഇന്ത്യയിലെല്ലാം അനുവദിക്കുന്നത് കൊണ്ടാണ് ഇവിടെ എന്ത് തോന്നിയാസം നടക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ നിന്ന് വ്യക്തമാണ്. ജാസി പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ദിസ് ഈസ് ഇന്ത്യ, ഇവിടെ എന്തും നടക്കും എന്നാണ് ജാസിയെ പോലുള്ള ചില ആൾക്കാരുടെ ഒരു ചിന്താഗതി. അതൊന്ന് മാറ്റണമെന്നാണ് എനിക്കും പറയാനുള്ളത്. അപ്പൊ എനിക്ക് ആ ഒരു രാജ്യത്ത് ജീവിക്കുന്നതുകൊണ്ടാണ് ഞാൻ എന്താ പറയുന്നത്, ഓക്കെ ഞാൻ താടി വെച്ചു, ആശം താടി വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഓക്കെ നിങ്ങൾ ഗേ കപ്പിൾസ് ആണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഞാൻ ഒരു എന്താ പറയുക പെണ്ണെന്നായിരുന്നു. പക്ഷെ ആ താടി എനിക്ക് സത്യമായ ഒരു കവചമായിരുന്നു. എൻ്റെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ച ഒരു കവചം. പിന്നെ നാട്ടിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, നമ്മളായിട്ട് ജീവിക്കണം, ഇവിടെ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞാൻ ഓൾറെഡി താടിയൊക്കെ എടുത്ത് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തോന്നിയാസം ഇവിടെ കാണിക്കാമെന്നാണ് ജാസി പറയുന്നത്. ഉള്ളിനുള്ളിൽ പൂത്ത പൂവല്ലേ, സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടി കൊണ്ടുപോവില്ലേ, ആലുവ പുഴയുടെ വേണ്ട മതി. എന്റെ പൊന്നു ജാസി, ദുബായിൽ പോകുമ്പോ താടിയൊക്കെ വെച്ച് അമ്മോ, ഇവിടെ വരുമ്പോ അമ്പി. ഈ ഒരു സെറ്റപ്പ് എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നത്? ബാക്കി എത്ര പേര് മുസ്ലിം മതത്തിൽ നിന്നിട്ട് എന്താ പറയുക ഹറാമൊന്നും ചെയ്യുന്നില്ലേ? എത്രയോ പേര് ചെയ്യുന്നുണ്ട്, അതൊന്നും ആൾ അറിയുന്നില്ല. ഇപ്പൊ ഉസ്താദ്മാർ യൂട്യൂബിൽ കയറി കളിക്കുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ കയറി അങ്ങനെ മുസ്ലിം മതത്തിൽ ചെയ്യല്ലോ. ടി വി പോലും വീട്ടിൽ ഹറാമില്ലേ, ഷെയ്ത്താൻ പെട്ടി നല്ല ടി വിക്ക് പറയാ. അതിപ്പോ എല്ലാ മുസ്ലിങ്ങളുടെ വീട്ടിലുള്ളേ, എല്ലായിടത്തും ഉണ്ട്. എന്നിട്ട് അവരൊക്കെ മുസ്ലിം മതത്തിലല്ലേ ജീവിക്കുന്നത്. എന്താണ് ഖുറാൻ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഒന്നും വേണ്ട, ഖുറാൻ ഗ്രന്ഥം പോലും ആക്കാൻ തോന്നുന്നില്ല. ഫോണിലല്ലേ ഫുള്ള് ഖുറാനും സൂറത്തും കാര്യങ്ങളൊക്കെ എല്ലാ അമ്മമാരും എല്ലാ കഥമാരും എല്ലാവരും തോണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഖുറാൻ ഓതുന്നത്. അങ്ങനെ കഴിഞ്ഞതൊക്കെ മുസ്ലിം മതത്തിൽ പെട്ടല്ലേ. അങ്ങനെ ഉസ്താദ്മാർ ഈ യൂട്യൂബിലേ വരാൻ പാടില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും വരാൻ പാടില്ല, ടിക്ടോക്കിൽ വരാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് നിഷിദ്ധമാണ്. മുസ്ലിം മതത്തിലുള്ള ആൾക്കാർക്ക് പൊട്ടിടാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ തലമറക്കണം. ഇതൊക്കെ ആയിട്ട് ആരും ജീവിക്കുന്നൊന്നുമില്ലല്ലോ. അതേപോലെ സാധാരണ വ്യക്തി തന്നെ ഞാനും. അപ്പൊ ഞാനും ചില കാര്യങ്ങൾ ഞാൻ 100% പെർഫെക്റ്റ് ഒന്നല്ല, ഞാൻ എല്ലാവരും പറയുന്നത്. പക്ഷെ എനിക്ക് എന്റെ മതത്തിൽ എന്റെ ഈമാനിൽ എനിക്ക് അതിന്റെ ഉള്ളിനുള്ളിലുണ്ട്. അതെങ്ങനെ ജാസി പോസിബിൾ ആവുന്നത്? കാരണം ജാസി ജനിച്ചത് ഒരാണായിട്ടാണ്, ഇപ്പൊ പൂർണ്ണമായിട്ട് ഒരു പെണ്ണായിട്ട് മാറുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇത് മതം നിഷിദ്ധമാക്കിയ കാര്യമാണ്. മതത്തിൽ പറയുന്നത് പെൺവേഷം കെട്ടി നടക്കുന്നവരെന്നാണ്. ആണുങ്ങൾ പെൺവേഷം കെട്ടുന്നതും പെണ്ണുങ്ങൾ ആൺവേഷം കെട്ടുന്നതും. ഇപ്പോഴത്തെ തലമുറയിൽ ആണുങ്ങൾ ഏതാ പെണ്ണുങ്ങൾ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവേ ഇല്ല. ആൺകുട്ടികൾ മുടി വളർത്തി നല്ല മുടി വളർത്തിയിട്ട് പെണ്ണുങ്ങൾ ടൈപ്പ് ഓഫ് ജീൻസും ബാഗി ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നില്ലേ? പെൺകുട്ടികളാണ് ജീൻസ് പാന്റ് ഷർട്ട്. നമ്മൾ അങ്ങോട്ട് പേര് ചോദിക്കണം, എന്താ പേരെന്താ? പെൺകുട്ടിയായിരുന്നു അല്ലേ? ബോയ്ക്കട്ട കടിച്ച് പെൺകുട്ടികൾ നടക്കുന്നില്ലേ? എത്ര മുസ്ലിം പെൺകുട്ടി നടക്കുന്നുണ്ട്, എത്രയോ പേര് നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ള വിശ്വാസമാണ്. ഈമാൻ അവിടെ നിൽക്കട്ടെ, ഞാൻ വേറൊരു കേസ് പറയാം. ഇതിലൊരു 4-5 പോയിന്റ് ഞാൻ പറയാം. ആദ്യം ഉസ്താദുക്കളുടെ കാര്യം ജാസി പറയുന്നുണ്ടായിരുന്നു. യൂട്യൂബ് ഹറാമാണെന്ന് യൂട്യൂബിൽ വന്നിരുന്ന് പറയുന്ന ഉസ്താദുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഓക്കെയാണ്, ഫൈനാണ്. അതുപോലത്തെ കാര്യങ്ങൾ ജാസി പറഞ്ഞ കറക്റ്റാണ്. ഇനി പോയിന്റ് നമ്പർ 2 വരുന്ന സമയത്ത് മുടി വളർത്തി ആണുങ്ങൾ ഇവിടെ നടക്കുന്നു, ആണും പെണ്ണും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നൊരു കാര്യം. എന്ത് വേട ഇത്? അതെനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. എന്താ ജാസി ഉദ്ദേശിച്ചത്? ആണുങ്ങൾ മുടി വളർത്തി നടന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ പോലെ ഇരിക്കും, തിരിച്ചറിയാൻ പറ്റൂല എന്ന്. പിന്നെ ജാസി വേറൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ആണുങ്ങൾ പെൺവേഷം കെട്ടി നടക്കുന്നത് തെറ്റാണെന്ന്. സർജറി കഴിയാത്തടത്തോളം കാലം ജാസി ചെയ്യുന്നതും അത് തന്നെയാണ് അല്ലെ? സർജറി ഒക്കെ കഴിഞ്ഞ് പൂർണ്ണമായ ഒരു സ്ത്രീയായി മാറിക്കഴിഞ്ഞാൽ ഓക്കെ, ജാസി പറയുന്നതൊക്കെ അംഗീകരിക്കാം. അല്ലാത്തടത്തോളം കാലം ജാസിയും ഒരു പെൺവേഷം കെട്ടി നടക്കുന്ന ഒരാണ് തന്നെയാണ് അല്ലെ? അത് മനസ്സിലാക്കടേ. ഇപ്പൊ നിങ്ങൾ ചെയ്ത ബാക്കിയുള്ളവർ ചെയ്ത ഓഹോ, ആ സ്റ്റേറ്റ്മെന്റ് ഒന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആണുങ്ങൾ മുടി വളർത്തി നടന്നു കഴിഞ്ഞാൽ നാണും പെണ്ണും തിരിച്ചറിയാൻ പറ്റില്ല. എന്ത് പോഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇന്റർവ്യൂല് ബാക്കി അങ്ങോട്ട് കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ ക്ഷമ തെറ്റും. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത്. അമ്മാതിരി വിട്ടിത്തനങ്ങളാണ്, ഘോഷയാത്രയാണ് ഇതിന്റെ അകത്ത് നടക്കുന്നത്. ഇന്റർവ്യൂവിന്റെ അകത്ത് വിട്ടിത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ. ബിഗ് ബോസ് ഒക്കെ വരെയല്ലേ, കേറണ്ടേ, എന്തെങ്കിലും കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാവണ്ടേ? അതിനു വേണ്ടിയിട്ട് കാണിക്കുന്ന കാട്ടാപ്പ് പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.